നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഒരു അപസ്മാര രോഗി ജീവിത രീതിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റിയാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപസ്മാരമുള്ള ആളുകൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സമയത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഡോസിൽ മരുന്നെടുക്കുക എന്നുള്ളതാണ്. ഒരു നേരമെങ്കിലും മരുന്ന് മുടങ്ങിയാൽ ഏറ്റവും നേരത്തെ ഓർത്താൽ ഉടനെ തന്നെ അടുത്ത ഡോസ് എടുക്കണം. പിന്നെ പ്രാധാന്യമുള്ളൊരു കാര്യം ഉറക്കമാണ്. അപസ്മാരമുള്ള രോഗികൾ തീർച്ചയായിട്ടും ഒരു ദിവസം കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉറക്കം കുറഞ്ഞാൽ അത് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ സീഷർ ഉണ്ടാകുന്നതിലേക്ക് വഴിവെച്ചേക്കാം. ഡേ ടൈമിൽ ഉറങ്ങുക എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ അപകടം ഉണ്ടാക്കാം. കാര്യം ഉച്ചസമയത്തൊക്കെ ഉറങ്ങുന്ന രോഗികളെ ചിലരൊക്കെ വന്ന് തട്ടി വിളിച്ചെണീപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അലാറം അടിച്ച് അവർ എഴുന്നേറ്റു എന്ന് വെക്കുക. ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്ന് പറയുന്ന രീതിയിലുള്ള ചിലതരം ഫിറ്റ്സുകളിൽ ഉറക്കം പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആയാൽ അത് ഫിറ്റ്സിലേക്ക് വഴിവെക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണക്രമങ്ങളും ശീലങ്ങളുമാണ്. അപസ്മാരമുള്ളൊരു രോഗിക്ക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല. മദ്യമായിക്കോട്ടെ, മദ്യം കലർന്നിരിക്കുന്ന കേക്ക് പോലുള്ള ചില സാധനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം സീഷർ ഉണ്ടാക്കാനുള്ള റിസ്ക് കൂട്ടും. മദ്യ ഉപയോഗം തന്നെ അത് ഫിറ്റ്സിലേക്ക് വഴിവെക്കാവുന്ന ഒരു കാര്യമാണ്. ഒരളവിൽ കൂടുതൽ മദ്യം ഉപയോഗിച്ചാൽ അതുകൊണ്ട്, അതല്ല എങ്കിൽ ദിവസവും മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗി വളരെ പെട്ടെന്ന് മദ്യം ഉപയോഗിക്കുന്നത് നിർത്തിയാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം ഒരു സീഷർ ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ട്. മദ്യം ഒഴിച്ച് ഭക്ഷണക്രമത്തിൽ മറ്റ് മാറ്റങ്ങളെപ്പറ്റി ചോദിച്ചാൽ ഒരുമാതിരി എല്ലാ ഭക്ഷണ സാധനങ്ങളും ഒരു സീഷറുള്ള രോഗിക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ കാപ്പി കുടിക്കുന്നത് ചിലപ്പോൾ ദോഷകരമായേക്കാം. കാര്യം രോഗിയുടെ ഉറക്കവുമായിട്ട് അത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ഫിറ്റ്സ് ഉണ്ടായേക്കാം. സീഷറുള്ള രോഗികൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം. ഉദാഹരണത്തിന്, സീഷർ ഉണ്ടായിട്ടുള്ള ഒരു രോഗിക്ക് അത് കൺട്രോളാകുന്ന ഒരു സമയം വരെ ഡ്രൈവിങ് പാടില്ല. ഡ്രൈവിങ് നമ്മുടെ നാട്ടിലായിക്കോട്ടെ, ഈ സീഷറുള്ള രോഗികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പോലും കൊടുക്കാനായിട്ട് ശരിക്കും നിയമമില്ല. പിന്നെ നമ്മൾ രോഗികളോട് പറയാറുള്ളത് കുറഞ്ഞത് 6 മാസമെങ്കിലും സീഷർ ഇല്ല, മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ്. 2-3 വർഷം മരുന്നുകൾ കൊടുത്തതിന് ശേഷം നമ്മൾ രോഗികളുടെ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ സമയത്തും ഡ്രൈവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം ഡോസ് കുറയ്ക്കാവുന്ന സമയത്ത് വീണ്ടും ഫിറ്റ്സ് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. സ്വയം ഡ്രൈവ് ചെയ്യുകയല്ല എന്നുണ്ടെങ്കിൽ പോലും രാത്രി യാത്രകൾ, മറ്റ് ചടങ്ങുകൾക്ക് സംബന്ധിക്കാനായി രാത്രിയിൽ എഴുന്നേറ്റിരിക്കുക, ഇതെല്ലാം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചില തരം ഫിറ്റ്സുകളിൽ ചില സാഹചര്യങ്ങൾ പ്രശ്നമുണ്ടാക്കാം. ഉദാഹരണത്തിന് JME, ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്ന് പറയുന്ന ഫിറ്റ്സിലൊക്കെ ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുന്നു. നിങ്ങളൊരു സ്റ്റേജ് ഷോ കാണാനായിട്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഉത്സവ പറമ്പിലാണെന്ന് വെക്കുക, ഒരു DJ പാർട്ടി നടക്കുന്ന സ്ഥലത്തൊക്കെ ഈ ലൈറ്റുകൾ മിന്നുന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിരിക്കുമ്പോൾ, ചിലപ്പോഴൊക്കെ ടൂറിന് പോകുന്ന കുട്ടികൾ ആ ബസ്സിൻ്റെ ഉള്ളിൽ ലൈറ്റ് മിന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് നോക്കിയിരുന്നാൽ സീഷർ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പോൾ കഴിയുന്നതും ലൈറ്റ് മിന്നുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു ട്യൂബ് ലൈറ്റ് മാറാൻ സമയമായി അത് കിടന്ന് മിന്നുന്നു, അത് അങ്ങോട്ടേക്ക് നോക്കാതിരിക്കാനും ആ സാഹചര്യം ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കണം. ടെൻഷൻ വളരെയധികം കൂടുന്ന സമയത്ത് ചിലർക്ക് ഫിറ്റ്സ് ഉണ്ടായി കാണാറുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും അങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാരിലെ ടെൻഷൻ ഒഴിവാക്കണം. പിന്നെ നീന്തൽ, പൊക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കയറുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫിറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗിക്ക് അപകടം ഉണ്ടായേക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഫിറ്റ്സ് ഉണ്ടായാൽ പരിസരത്തെപ്പറ്റി രോഗിക്ക് ബോധമില്ലാത്തത് കൊണ്ട് രോഗിക്ക് അപകടം ഉണ്ടാക്കിയേക്കാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഇനി അതല്ല, നീന്താനൊക്കെ പോകുന്നു എന്നുണ്ടെങ്കിൽ പോലും നല്ലപോലെ നീന്തൽ അറിയാവുന്ന മറ്റ് സുഹൃത്തുക്കൾക്ക് ഉണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ നീന്താൻ പോകാവുള്ളൂ. അതും ഒത്തിരി ഒഴുക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത്. കാര്യം കൂടെയുള്ള ആൾക്കാർക്ക് പോലും ചിലപ്പോൾ പിടിച്ച് കയറ്റാൻ പറ്റിയില്ല എന്നിരിക്കും. ഭക്ഷണക്രമത്തെപ്പറ്റി വീണ്ടും പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ചിലപ്പോഴൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടും കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ഫിറ്റ്സ് ഉണ്ടായാൽ കീറ്റോജനിക് ഡയറ്റ് നമുക്ക് ഉപകാരപ്രദമാകാറുണ്ട്. അതുപോലെ തന്നെ മധുരം വളരെ കൂടുതൽ ഉപയോഗിക്കുന്നത് കുട്ടികളിലൊക്കെ ചിലതരം ഫിറ്റ്സിൻ്റെ എണ്ണം കൂട്ടാം.
പക്ഷേ ഒരിക്കലും ഒരു ഡോക്ടറുടെയോ ഒരു നല്ല ഡയറ്റീഷ്യൻ്റെയോ അഭിപ്രായം എടുത്തിട്ടല്ലാതെ നിങ്ങൾ കീറ്റോജനിക് ഡയറ്റ് ഒന്നും തുടങ്ങരുത്. കാര്യം അതിനൊക്കെ ചില ദോഷഫലങ്ങൾ ഉണ്ട്. പലപ്പോഴും രോഗികൾ വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഫിറ്റ്സ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വൈറ്റമിനൊക്കെ കൂടെ എടുക്കണം. അങ്ങനെ പ്രത്യേകിച്ച് വൈറ്റമിനുകൾക്കൊന്നും വലിയ റോളൊന്നുമില്ല. വ്യത്യാസമുള്ള കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഫിറ്റ്സിൻ്റെ മരുന്നുകൾ എടുക്കുന്നതിൻ്റെ ഒപ്പം നിർബന്ധമായും ഫോളിക് ആസിഡ് എടുക്കേണ്ടതുണ്ട്. ഒരു 5 മില്ലിയുടെ ടാബ്ലറ്റ് ദിവസവും നമ്മൾ ഈ രോഗികൾക്ക് കൊടുക്കും. അത് ഗർഭസ്ഥ ശിശുവിന് മറ്റ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ചില ഫിറ്റ്സിൻ്റെ മരുന്നുകൾ നീണ്ട കാലത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് വാൽപ്രോയേറ്റ്, ഫെനിറ്റോയിൻ, കാർബമസപ്പീൻ എന്നുള്ള മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കാൽഷ്യം നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പ്രായാധിക്യമായ പുരുഷന്മാർക്കും എല്ലാം അത് അസ്ഥിയുടെ ബലക്കുറവ് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി കാൽഷ്യം നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ വളരെ ചിട്ടയോടെയുള്ള ഒരു ജീവിത രീതിയും മരുന്നുകൾ കൃത്യമായി എടുക്കുക എന്നുള്ളതും ഫിറ്റ്സ് ഉള്ള ഒരു രോഗിക്ക് ആ രോഗം കൺട്രോളിൽ നിൽക്കുന്നതിനും ഭാവിയിൽ ആ അസുഖം മാറിപ്പോകുന്നതിനും മരുന്ന് നിർത്തുന്നതിനും വളരെ അത്യാവശ്യമാണ്. നന്ദി.